രഘുവേട്ട ഇരിക്കെ കഴിക്കാം. ദയ കിടന്നോ ശബരി? ആ, അവള് മരുന്ന് കഴിച്ച് മയങ്ങി. അപ്പൊ എന്നാ നമുക്ക് കഴിക്കാൻ രഘുവേട്ട. ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. കഴിക്ക്. അല്ലെങ്കിലും ധനഞ്ജയൻ പിള്ളയ്ക്ക് ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്ത ആളാ. ആ, അമ്പിളി ചേച്ചി ഇരിക്കേ, ഒരുമിച്ച് കഴിക്കാം. വേണ്ട ശബരി, നിങ്ങൾ കഴിക്കേ. ഞാനും അനിത ഒരുമിച്ച് കഴിക്കാം. അത് കുഴപ്പമില്ല ചേച്ചി, ചേച്ചി ഇരുന്ന് കഴിക്കേ. വേണ്ട അനിതേ, നീ തനിച്ച് കഴിക്കണ്ടേ? ഇവര് കഴിക്കട്ടെ, നമുക്ക് പിന്നെ ഇരുന്നാ പോരെ. അങ്ങനെ ആവട്ടെ അനിതേ. എല്ലാവരും കഴിച്ചാ പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ തോന്നത്തില്ല. അമ്പിളി ഉണ്ടെങ്കിൽ നിനക്കൊരു കൂട്ടാവത്തില്ലയോ? ഇല്ല, ഞാൻ ഇപ്പൊ അവിടെ ഇല്ല, അനിയത്തിയുടെ വീട്ടിലാ. ദയടെ അച്ഛാ ഗുളിക എടുക്കട്ടെ? എടുക്കോളെ. അല്ല, ചുമ്മാ. ശബരിട്ടാ, എന്താ മോളെ? ഒരു മിനിറ്റ്, ഞാൻ എന്താ ശബരിട്ടാ? ഈശ്വര, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഓ ദൈവമേ. അതവനായിരിക്കും രഘുവേട്ട. അവൻ തന്നെ ആയിരിക്കും ചിലപ്പോ. അവന് മോൻ കാണാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ തിരക്കി പോയി അവനെ കിട്ടാനും പോകുന്നില്ല. രഘുവേട്ട വാ, നമുക്ക് ദയയുടെ അടുത്തേക്ക് പോവാം. വാ. ഇന്നലെ രാത്രി ദയ കണ്ടത് നിതിനെ തന്നെയാണെങ്കിൽ അവനെ പരിസരത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാർ ഷുഗർ? അങ്കിൾ, ഞങ്ങളത് ഇന്നലെ പറയുകയും ചെയ്തു. നമുക്കവനെ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവനെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് മാത്രമല്ല അങ്കിൾ, നമ്മൾ കരുതുന്നതിനേക്കാളും തന്ത്രശാലിയും ക്രിമിനലുമാണ് നിതിൻ. നമ്മുടെയൊക്കെ കണ്ണുവെട്ടിച്ച് അവൻ ദയയുടെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നത് അതാ. ഇപ്പോ ദയ ശബരിയുടെ വീട്ടിലാണെന്ന് അവന് ക്ലിയറായി. ഇനി അവൻ ഏത് നിമിഷവും ആ വീട്ടിൽ കയറി ചെന്ന് അവളെ നേരിൽ കണ്ടേക്കാം. അന്ന് പഞ്ചരത്നത്തിൽ കയറി ചെന്നതുപോലെ ആയിരിക്കും അവന്റെ അറ്റാക്ക്. അത് വലിയ അപകടമാണല്ലോ രഘു. ഒന്നാമത് ശബരിയുടെ വീട്ടുകാർക്ക് ഈ ഇഷ്യൂസ് ഒന്നും വ്യക്തമായിട്ട് അറിയില്ല. അവരതൊന്നും അറിയാനും പാടില്ല. അത് തന്നെ അങ്കിളെ ഇപ്പൊ ഏറ്റവും വലിയ ടെൻഷൻ. എന്തൊക്കെ പറഞ്ഞിട്ടും അത് നന്ദുവിന്റെ പ്രേതമല്ലെന്ന് വിശ്വസിക്കാൻ ദയ തയ്യാറാവുന്നുമില്ല. ഈ നിതിനെന്ന് പറയുന്നവനെ അവൾക്ക് അറിയൂലല്ലോ. അതിന് അവനെ പിടിച്ചു കെട്ടി ദയയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ വേണം. അതിനു മുമ്പ് അവൻ നേരിട്ട് ചെന്നാ അവള് ബോധം കെട്ട് വീഴുകയുള്ളൂ. അത് ശരിയാ. ഒരു കാരണവശാലും നിതിൻ ദയയെ തനിച്ച് കാണരുത്. അത് ചിലപ്പോ വലിയ ആപത്തിൽ ചെന്ന് ചാടും, നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അല്ല, ഇപ്പോ അവളുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഇന്നലെ രാത്രി അവളെ സമാധാനിപ്പിക്കാനും മരുന്ന് കൊടുത്ത് ഓർക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷെ നേരം വെളുത്തപ്പോ ഒരു കുഴപ്പമില്ല. അവള് സാധാരണ പോലെ എല്ലാം ചെയ്യുന്നുമുണ്ട്. എന്നാലും ഇന്ന് ചിലപ്പോ ദയം കൊണ്ട് ശബരി സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയെന്ന് വരും. ഈ നിതിൻ തൊട്ടടുത്തുണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തെ അറിയിക്കണമല്ലോ. കൂടുതൽ അടുത്തവനെ കാണാനിടയായ ദയ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്ത് ശബരിക്ക് നല്ല ടെൻഷനുണ്ട്. ഡോക്ടർ തന്നെ ആ കാര്യം ദയയുടെ അടുത്ത് ഒരിക്കൽ കൂടി സംസാരിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും അവർ പോയിട്ട് വരട്ടെ. നിതിനെ കുറിച്ചുള്ള അന്വേഷണം നമുക്കൊന്നുകൂടി ശക്തമായിട്ട് നോക്കണം. വിനയ, ഞാൻ എന്തിനു റെഡിയാ ദാസാറെ? 2 തവണ അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയി. അടുത്ത തവണ
ഞാൻ അവനെ പൂട്ടിയിരിക്കും സാറേ. അവന്റെ ആൾമാറാട്ടം അതോടെ അവസാനിക്കുകയും ചെയ്യും.